ബന്ധുവായ സ്ത്രീയും അധ്യാപികയും ലൈംഗികമായി പീഡിപ്പിച്ചു. ദയാവധം ആവശ്യപ്പെട്ട് 24-കാരന്റെ കത്ത്. ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട തനിക്ക് ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് യുവാവിന്റെ കത്ത്. അധ്യാപികയാലും ബന്ധുവായ സ്ത്രീയാലും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടെന്നും പീഡനത്തിനിരയായി ജീവിക്കുന്നതിന്റെ അപമാനം താങ്ങാനാവില്ലെന്നും വ്യക്തമാക്കിയാണ് 24-കാരനായ യുവാവ് രാഷ്ട്രപതിക്ക് കത്തയച്ചത്. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടാറുണ്ടെന്നും അതേസമയം ഇക്കാര്യത്തിൽ ആണിന് മാത്രം നീതി ലഭിക്കാറില്ലെന്നുമാണ് യുവാവ് അയച്ച കത്തിൽ പറയുന്നത്. ആന്ധ്രാപ്രദേശുകാരനായ യുവാവാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചത്. ആന്ധ്രാപ്രദേശ് കൂർണൂൾ ജില്ലയിലെ 24-കാരനായ യുവാവാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് കത്തയച്ചത്. 8 വയസ്സുള്ളപ്പോഴാണ് താൻ ആദ്യമായി ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നത്. ബന്ധുവായ സ്ത്രീയാണ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്ന് യുവാവ് പറയുന്നു. ആദ്യം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ താൻ അക്കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ വീട്ടുകാർ താൻ പറയുന്നത് വിശ്വസിച്ചില്ല. പിന്നീട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപികയും പീഡിപ്പിച്ചു. സഹിക്കവയ്യാതെ താൻ വീട്ടുകാരോട് പറഞ്ഞു. എന്നാൽ മാനക്കേട് കൊണ്ടും ഭയം കൊണ്ടും വീട്ടുകാർ പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറായില്ല. ആൺകുട്ടികൾ പീഡനത്തിന് ഇരയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു വീട്ടുകാർ പരാതി കൊടുക്കാൻ തയ്യാറാകാതിരുന്നത്. പീഡിപ്പിക്കപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞു. താനിപ്പോൾ ബയോടെക്നോളജി ബിരുദധാരിയാണ്. എങ്കിലും പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ മുറിവുകളോ അപമാന ഭാരമോ മാനസിക സമ്മർദ്ദമോ ഒന്നും കുറഞ്ഞിട്ടില്ല. അതിനാൽ തനിക്ക് ദയാവധം അനുവദിക്കണമെന്നാണ് യുവാവ് കത്തിൽ പറയുന്നത്. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇവിടെ വാർത്തയാകുന്നത്. എന്നാൽ ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ആളുകൾ തങ്ങളെ പരിഹാസത്തോടെയാണ് കാണുന്നത്. ഇനിയെങ്കിലും ആൺകുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണങ്ങൾ കാണാതെ പോകരുതെന്ന് യുവാവ് കത്തിൽ പറയുന്നു. കത്തിന്റെ ഒരു പകർപ്പ് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനും അയച്ചിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറായ തന്റെ അച്ഛൻ ഈയിടെ മരിച്ചെന്നും അമ്മയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് കത്തയക്കുന്നതെന്നും യുവാവ് പറയുന്നു. തനിക്ക് രാഷ്ട്രപതിയിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ അനുകൂല മറുപടി ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും ആത്മഹത്യ ചെയ്യുമെന്നും തന്റെ മരണത്തിൽ സർക്കാരിനായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്തമെന്നും യുവാവ് പറയുന്നു. വിമിഷ വിനോദ്, പബ്ലിക് കേരള.